പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. കിട്ടാത്തൊരിര ഈ കഥ കേൾക്കൂ. ഹോ, എത്ര ദിവസമായി മര്യാദയ്ക്ക് വല്ലതും കഴിച്ചിട്ട് വിശന്നിട്ട് കുടൽ കരിഞ്ഞുണങ്ങിയ മണം വരുന്നു. ചുണ്ടുകുറുക്കൻ പിറുപിറുത്തുകൊണ്ട് മാളത്തിൽ നിന്നിറങ്ങി. മരക്കമ്പിൽ പലതരം പക്ഷികളും അണ്ണാന്മാരും ഇരിപ്പുണ്ട്. താഴെ ഒരൊറ്റ എണ്ണത്തിനെ കാണാനില്ല. ഒരു മുയലോ കാട്ടുകോഴിയോ പോയിട്ടൊരു പുൽച്ചാടി പോലുമില്ല. അങ്ങനെ ഉണ്ടക്കണ്ണും മിഴിച്ച് തീറ്റ തേടി ചുണ്ടു നടന്നു. ഹയ്യടാ, രക്ഷപ്പെട്ടു! ആ മരത്തണലിൽ ഏതോ ഒരു പക്ഷി ഉറക്കം തൂങ്ങി ഇരിപ്പുണ്ട്. കുറുക്കൻ അകലെ നിന്ന് തന്നെ കണ്ടു. ആഹാ, നല്ലോരിരയാണേ, ആഹാരത്തിനു വകയായേ, മിണ്ടാതാനങ്ങാതെ ചെന്നിട്ട് തപ്പിപ്പിടിക്കട്ടെ വേഗം ഞാൻ എന്നു മനസ്സിൽ മൂളിക്കൊണ്ട് ചുണ്ടു പതുങ്ങി പതുങ്ങി ശ്വാസം പോലും വിടാതെ ഇലയനക്കാതെ നടന്ന് പക്ഷിയുടെ അടുത്തെത്തി ഒരൊറ്റ ചാട്ടം. ചാടിയതു മാത്രം മിച്ചം. പക്ഷിയുടെ വഴിക്ക് പറന്നുപോയി. ചുണ്ടു മൂക്കും കുത്തി വീണു. ഭാഗ്യം, ആരും കണ്ടില്ല. എഴുന്നേറ്റ് പൊടിയും തട്ടിക്കൊണ്ട് കുറുക്കച്ചൻ പറഞ്ഞു, അല്ലേലും ആർക്ക് വേണം ഈ പക്ഷിയെ? കാട് മുഴുവനും പക്ഷിപ്പനിയാണ്. ഇതിനെ തിന്ന് രോഗം പിടിച്ച് ചാവാൻ എനിക്ക് വയ്യ. പറഞ്ഞതല്പം ഉറക്കെയായിപ്പോയി. ഇതു കേട്ട് മരത്തിന് മുകളിലിരുന്ന കാക്കച്ചി പറഞ്ഞു, കൊള്ളാം കൊള്ളാം, നിന്റെ മുതുമുത്തശ്ശൻ പറഞ്ഞതും ഇതുതന്നെ. കിട്ടാത്ത മുന്തിരി പുളിക്കും. ഇര നഷ്ടപ്പെട്ട നിരാശയും കാക്കച്ചിയുടെ കളിയാക്കലും മൂലം നാണം കെട്ട കുറുക്കച്ചൻ മാളത്തിലേക്ക് ദുഃഖത്തോടെ നടന്നു.